ഗൈസ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ജോലി സാധ്യതകൾ ഇന്ന് കൂടുതലുള്ള മെഡിക്കൽ ഫീൽഡിലോട്ട് വരാനാണ് നിങ്ങൾക്ക് താല്പര്യം എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് വീണ് കഴിഞ്ഞാൽ തിരിച്ച് കയറി വരാൻ പറ്റാത്തത്ര ആഴത്തിലുള്ള ഇഷ്ടം പോലെ ചതിക്കുഴികളുള്ള ഒരു ഫീൽഡാണ് ഇന്ന് മെഡിക്കൽ ഫീൽഡ്. അപ്പോൾ ഈ മെഡിക്കൽ ഫീൽഡിൽ ഇഷ്ടം പോലെ മെഡിക്കൽ കോഴ്സുകളുണ്ട്. BSc കോഴ്സുകളുണ്ട്, ഡിപ്ലോമ കോഴ്സുകളുണ്ട്. ഗവൺമെൻറ് അഫിലിയേറ്റഡ് ആയിട്ടുള്ള BSc കോഴ്സുകളെല്ലാം കുഹാസ് എന്ന യൂണിവേഴ്സിറ്റിക്ക് കീഴിലായിരിക്കും വരുന്നത്. ഗവൺമെൻറ് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഡിപ്ലോമ കോഴ്സുകളാണെങ്കിലോ DMEക്ക് കീഴിലായിരിക്കും വരുന്നത്. കുഹാസിൻ്റെ DMEയുടെയും കീഴിലല്ലാണ്ട് ഇഷ്ടം പോലെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ബിബോക് ആൻഡ് BSS കോഴ്സുകൾ നടത്തുന്ന പാരാമെഡിക്കൽ കോളേജുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയെല്ലാം ഓരോ വർഷം ഇഷ്ടം പോലെ പിള്ളേർ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഈ മീൻ പിടിക്കുന്ന പോലെയാണ് ഇങ്ങനത്തെ സ്ഥാപനങ്ങളെല്ലാം പിള്ളേരെ പിടിച്ചിരിക്കുന്നത്. അവർ തീറ്റയായിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റുകളാണ്. നമ്മൾ ഈ ബസ് സ്റ്റോപ്പിലും പോസ്റ്റിനടിയിലും തെങ്ങിൻ്റെ വണ്ടിയിലൊക്കെ ഇഷ്ടം പോലെ ആഡ്സ് പരസ്യങ്ങൾ കാണാറില്ലേ? അപ്പോൾ അതൊക്കെ കണ്ടിട്ടായിരിക്കും ഈ ആൾക്കാർ അവിടെ പോയി ജോയിൻ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പരസ്യത്തിൽ എന്താ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഹാസിന് കീഴിലുള്ള BSc MLT പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് 4 വർഷമായിരിക്കും ഡ്യൂറേഷൻ പഠിക്കേണ്ടത്. ഫീസ് എന്ന് പറയുമ്പോൾ ഏകദേശം 5 ലക്ഷത്തോളം കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഈ കാണുന്ന പോസ്റ്ററിൽ ഇപ്പോൾ ബിബോക്കിൻ്റെ വില MLT കോഴ്സ് അല്ലെങ്കിൽ BSSൻ്റെ 2 വർഷത്തെ വില MLT കോഴ്സ് ആണെന്ന് ഓർക്ക്. അവർക്കെന്ന് പറയുമ്പോൾ ഫീസ് വേണമെന്ന് പറയാൻ നേരത്തെ വില 30,000 40,000 മൊത്തം വരത്തുള്ളൂ. വെറും ചുരുങ്ങിയ ഡ്യൂറേഷൻ കൊണ്ട് തന്നെ ഇവർക്ക് കോഴ്സ് പഠിച്ച് പൂർത്തിയാക്കാം. പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പോസ്റ്ററിൽ കാണും ചിലപ്പോൾ പ്ലേസ്മെൻറ്റ് കാണും, പിന്നെ PSc എഴുതാൻ പറ്റും, ഗവൺമെൻറ് അംഗീകാരമുള്ള സ്ഥാപനമാണ്. അങ്ങനെ പല വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റുകളിലും പോസ്റ്ററുകളിലും കാണും. നാട്ടുകാരെന്ത് ചെയ്യും? ഇത് കണ്ടപാടെ തന്നെ ഇത് സത്യമാണോ അല്ലാണ്ട് തിരക്കാണ്ട് പോയി ആ കോഴ്സിനും ചേരും, ആ കോളേജിലും പോയി ചേരും. ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ വേണ്ടി ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് വല്ലയിടത്തും കാണിക്കാൻ നേരത്തായിരിക്കും പറയുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വ്യാജമാണ്, ഇതിന് അഫിലിയേഷൻ ഇല്ല, ഗവൺമെൻറ് അംഗീകാരം ഇല്ലാത്ത കോളേജിലാണ് നിങ്ങൾ പഠിച്ചതെന്നൊക്കെ അറിയുന്നത്. നിങ്ങൾക്ക് ഒരു നല്ല സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല. ചെറിയ ലാബിലും എടുത്ത് അവിടെയൊക്കെ വില 10,000 ജോലി ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ദിവസം പൊതിച്ചോറ് പോലും വാങ്ങാൻ പറ്റത്തില്ല. ഇപ്പോൾ ഏത് കോളേജിൽ പോയി ചേർന്നോട്ടെ, ഏത് കോഴ്സ് വേണമെങ്കിലും പഠിച്ചോട്ടെ, ഈ പഠിപ്പിക്കുന്ന കോളേജിനും ആ കോളേജിലുള്ള കോഴ്സുകൾക്കും ഗവൺമെൻറ് അഫിലിയേറ്റഡ് ആണോ എന്ന് മാത്രം നിങ്ങൾ ഉറപ്പ് വരുത്തിയിരിക്കുക.